നമ്മുടെ സ്വാഭാവിക സാഹചര്യങ്ങൾക്കും ബുദ്ധിക്കും കഴിവിനും അപ്പുറമായി ചില കാര്യങ്ങൾ സംഭവിക്കും. അതിനെ നമ്മൾ അത്ഭുതങ്ങൾ എന്ന് പേരിട്ട് വിളിക്കാറുണ്ട്. അത് മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ അങ്ങനെയാകുമ്പോൾ ചിലപ്പോഴൊക്കെ ദൈവം അങ്ങനെ ചെയ്യാറുണ്ട്. ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നത് എത്ര വലിയ കഴിവുള്ള ആളിനും ഒരുപക്ഷെ ഈ ലോകത്തിലെ മുഴുവൻ ആളുകൾ ചേർന്നാലും അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാൻ കഴിയില്ല. അതെ, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ. അങ്ങനെ ഒന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ? കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതിൻ്റെ തുടർച്ചയായി അക്കാര്യം ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ ധ്യാനത്തിനായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം ഒരിക്കൽ കൂടി വായിക്കട്ടെ. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനായിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. വലിയ ഒരു അത്ഭുതം ജനത്തിനാകെ, അവിടെ വന്ന് കണ്ടവർക്കാകെ, അത് രുചിച്ചവർക്കാകെ, മുഴുവൻ പേർക്കും, അറിഞ്ഞവർക്കെല്ലാവർക്കും ഒരുപോലെ അത്ഭുതം കൂറുന്ന കാര്യങ്ങളാണ് കർത്താവ് ചെയ്തിട്ടുള്ളത്. ചില കാര്യങ്ങൾ ഇതിനിടയ്ക്ക് നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ ചിലരൊക്കെ അവിടെ വീഞ്ഞ് തീർന്നു പോയി. ഗലീലയിലെ കാനാവിൽ കല്യാണം ഉണ്ടായിരുന്നു. അവിടെ യേശുവിനെയും അമ്മ മറിയയും ശിഷ്യന്മാരും ഒക്കെ ക്ഷണിക്കപ്പെട്ടവരായിട്ട് അവിടെ ഉണ്ടായിരുന്നു. വീഞ്ഞ് തീർന്നു പോയി കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു പറഞ്ഞത്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നാലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, സമയം വന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴും അവിടെയുള്ള ആവശ്യക്കാരൻ്റെ കണ്ണുകളിലെ ആ നീറുന്ന ആ വിചാരങ്ങൾ, ആ സങ്കടത്തിൻ്റെ വിചാരങ്ങൾ, അവരുടെ മുഖത്തുണ്ടായിരിക്കുന്ന ഭാവഭേദങ്ങൾ നല്ലോണം ഒപ്പിയെടുത്ത കർത്താവ് സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അവരുടെ സങ്കടങ്ങൾ കരുതി വരുത്തുവാൻ തയ്യാറായെങ്കിൽ നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, സമയമായിട്ടില്ലെന്ന് സാഹചര്യങ്ങൾ പറയും, നമ്മുടെ അനുഭവങ്ങൾ പറയും, നിങ്ങളെക്കുറിച്ച് അറിയുന്നവർ പറയും, കാര്യങ്ങളെ കൂടുതൽ ഗ്രഹിച്ചവർ പറയും. ഇവിടെ യേശു പറയുന്നു, സമയമായിട്ടില്ലെങ്കിലും നിൻ്റെ സങ്കടം കണ്ട് ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സമയമായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണെങ്കിലും അങ്ങേക്ക് ചിലത് ചെയ്യാൻ കഴിയും, അല്ല സകലതും ചെയ്യാൻ കഴിയും. അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ കരുണ കാണിക്കണമേ, യേശുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.